വെൽക്കം ബാക്ക് ടു എഴുത്തുകാരി ക്രിയേഷൻസ്. അമ്മ എന്ന വിളി, അധ്യായം 6. സ്വന്തം വീട്ടിൽ അന്യയായവൾ. ഞാൻ ഈ എഴുതുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അന്നത്തെ ആ രാത്രി ആരും അധികം സംസാരിച്ചില്ല. അഞ്ജു നയൻതാരയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. എന്നാൽ നയൻതാരയുടെ കണ്ണുകളിൽ ഉറക്കമുണ്ടായിരുന്നില്ല. സമയം 12 മണിയായിരുന്നു. വിമൽ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ നിന്റെ കൂടെയുണ്ട്. പക്ഷേ എല്ലാവരും കൂടെയുണ്ടാകില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാൽ തൻ്റെ അച്ഛനും അമ്മയും സഹോദരനും തന്നെ മനസ്സിലാക്കുമെന്നും തൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഓരോന്ന് ആലോചിച്ച് എപ്പോഴാണ് ഉറക്കത്തിലേക്ക് വഴുതിപ്പോയത് എന്ന് അവൾക്കറിയില്ല. പിറ്റേ ദിവസം രാവിലെ അവളും കുഞ്ഞും റൂമിലിരുന്ന് കളിക്കുകയായിരുന്നു. അഞ്ജുവിൻ്റെ പുഞ്ചിരി വിടർന്ന മുഖം കാണുമ്പോൾ നയൻതാരയുടെ ഉള്ളിൽ സന്തോഷം വിടരും. കുറേ നേരം അങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിൽ അവളുടെ റൂമിലേക്ക് അച്ഛനും അമ്മയും കടന്നു വന്നു. താരമോളെ, അച്ഛൻ വിളിച്ചു. നയൻതാര അച്ഛനെ നോക്കി. കൂടെ അമ്മയും ഉണ്ടായിരുന്നു. എന്താ അച്ഛാ, എന്താ ഇത്ര രാവിലെ തന്നെ? എന്തു പറ്റി? അവൾ തിരക്കി. താരമോളെ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നയൻതാര അവരുടെ അടുത്തേക്ക് ചെന്നു. അവൾ അമ്മയുടെ കയ്യിൽ സന്തോഷത്തോടെ പിടിച്ചു. എന്താ അമ്മേ, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പറയൂ അച്ഛാ, അവൾ പറഞ്ഞു. അച്ഛനൊരു ദീർഘനിശ്വാസം വിട്ടു. മോൾ അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല. അച്ഛൻ്റെ മോള് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്ന് അച്ഛനറിയാം. പക്ഷേ നമ്മളൊരു സൊസൈറ്റിയിലല്ലേ മോളെ ജീവിക്കുന്നത്. അവിടെ നമ്മൾ നാട്ടുകാരും പറയുന്നതും കേൾക്കണ്ടേ? അച്ഛൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നയൻതാരയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിരുന്നു. അവൾ മിണ്ടാതെ കേട്ടുനിന്നു. പക്ഷേ ഈ നാട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ടതുണ്ട് മോളെ. ആളുകൾ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പല പല കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ സഹോദരന് അവന് വേണ്ടി ഉറപ്പിച്ചു വെച്ച കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? അവൾ തിരക്കി. നീ അമ്മ പറയുന്നത് അനുസരിക്കണം മോളെ. നീ അഞ്ജുവിനെ അനാഥാലയത്തിൽ ഏൽപ്പിക്കൂ. അവരവളെ പൊന്നു പോലെ നോക്കിക്കോളും. ആ വാക്കുകൾ കേട്ടപ്പോൾ നയൻതാര ഒന്ന് ഞെട്ടി. അമ്മ, അവൻ എന്തൊക്കെയാ പറയുന്നത്? അതിനു വേണ്ടിയാണോ ഞാൻ ഇവളെ ഏറ്റെടുത്തത്? നീ ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ... അച്ഛൻ നിർത്തി. ബാക്കി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ നയൻതാരയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ അഞ്ജുവിനെ നോക്കി. അഞ്ജു ഇതൊന്നും അറിയാതെ താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അച്ഛാ, അമ്മേ, ഞാൻ നിങ്ങളെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. എനിക്ക് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മ നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന്. പക്ഷേ എനിക്ക് തെറ്റിപ്പോയി. നിങ്ങൾക്ക് ആർക്കും എന്നെ മനസ്സിലാവില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മയ്ക്കത് കേട്ടപ്പോൾ സങ്കടമായി. നയൻതാര, നീ ഞങ്ങളുടെ വിഷമം കൂടി മനസ്സിലാക്കും മോളെ. അമ്മയും കൂടെ കരഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മേ, എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവളെ ഉപേക്ഷിക്കാൻ പറ്റില്ലമ്മേ. അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. അവളുടെ ആ വിശ്വാസം അത് തകർക്കാൻ എന്നെ കൊണ്ടാവില്ല. എങ്കിൽ... അച്ഛൻ കണ്ണുകൾ അടച്ചു. നീ ഈ വീട് വിട്ടു പോകേണ്ടി വരും. നിനക്ക് അച്ഛനും അമ്മയും സഹോദരനും ആരും ഉണ്ടാവില്ല, അദ്ദേഹം പറഞ്ഞു. നയൻതാര കണ്ണുകൾ തുടച്ചു. അമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മയോട് ക്ഷമിക്കും മോളെ, അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നയൻതാര അമ്മയെ നോക്കി ചിരിച്ചു. സാരമില്ല അമ്മ, ഞാനിതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. നയൻതാര തൻ്റെ ബാഗ് എടുത്തു. അതിൽ ഡ്രസ്സുകൾ ഓരോന്നായി മടക്കി വെക്കാൻ തുടങ്ങി. അച്ഛനും അമ്മയും ഒരു നിമിഷം മിണ്ടാതെ സങ്കടത്തോടെ അത് നോക്കിയിരുന്നു.
പിന്നീട് അവർ ഒന്നും സംസാരിക്കാതെ പുറത്തേക്ക് പോയി. നയൻതാര ഒരു ഉടുപ്പെടുത്ത് അഞ്ജുവിനെ ഒരുക്കി. മോളെ, നമ്മൾ ഇവിടം വിട്ട് പോവുകയാണ്. ഇനി നമ്മൾ വേറൊരു സ്ഥലത്താണ് താമസിക്കാൻ പോകുന്നത്. അഞ്ജു ഒന്നും മനസ്സിലാകാത്ത പോലെ നയൻതാരയെ നോക്കി ചിരിച്ചു. പിന്നീട് അവളും കുളിച്ചു ഫ്രഷായി. 1 മണിക്കൂറിന് ശേഷം അവൾ കയ്യിൽ ചെറിയൊരു ബാഗും കൈകളിൽ അഞ്ജുവുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി. അമ്മ കരഞ്ഞുകൊണ്ട് വാതിക്കലിൽ നിന്നു. അച്ഛൻ തല കുനിച്ചു. നയൻതാര ഒരു നിമിഷം ആ വീടിനെ നോക്കി. താൻ ജനിച്ചതും വളർന്നതുമായ വീട്. ഇന്ന് സ്വന്തം തീരുമാനത്തിൻ്റെ പേരിൽ അവൾക്ക് അന്യമായ ഒരു വീട്. അവൾ അച്ഛനെയും അമ്മയെയും ഒരിക്കൽ കൂടി നോക്കി പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞു. അഞ്ജുവിനെയും കൂട്ടി റോഡിലൂടെ നടക്കുമ്പോൾ പലരും അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ആഹാ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് തോന്നുന്നത്. ഇവൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ? ആ കുഞ്ഞിനെ നമ്മൾ പറഞ്ഞ പോലെ അനാഥാലയത്തിലാക്കിയാൽ പോരെ? നാട്ടുകാർ പിറുപിറുക്കുന്നത് അവൾ കേട്ടു. അവളൊന്നും മിണ്ടാതെ അവരെ ആരെയും മൈൻഡാക്കാതെ നേരെ നടന്നു. ബസ് സ്റ്റോപ്പായിരുന്നു ലക്ഷ്യം. ഈ നാട്ടിൽ ഇനി ജീവിക്കേണ്ട എന്നവൾ ചിന്തിച്ചു. എന്നാൽ അച്ഛനെയും അമ്മയും ധിക്കരിച്ചു പോകുന്നതിൽ അവൾക്ക് അതിയായ സങ്കടവും ഉണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോഴാണ് വിമൽ ആ വഴി വന്നത്. അവൻ അവളെയും മഞ്ജുവിനെയും കണ്ടതും ബൈക്ക് അവരുടെ അടുത്തു നിർത്തി. അല്ല, നയൻതാര എന്താ ബാഗുമായി ഇവിടെ? എവിടേക്കാണ് പോകുന്നത്? അവൻ തിരക്കി. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. എന്തു പറ്റി നയന? അവർ നിന്നെ പുറത്താക്കിയോ? അവൻ തിരക്കി. നയന സങ്കടത്തോടെ ചിരിച്ചു. എനിക്ക് ഇനി എവിടെ പോകണമെന്ന് അറിയില്ല വിമൽ. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്. എൻ്റെ ഏട്ടനും ഉണ്ടല്ലോ, എൻ്റെ സഹോദരൻ. അവൻ്റെ വിവാഹം ഒരിക്കലും മുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി അടുത്ത സ്ഥലത്തെ പറ്റി ആലോചിക്കണം. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ അവളോട് പറഞ്ഞു, വാ, ഞാനുണ്ടല്ലോ. ആ വാക്കുകൾ കേട്ട് നയൻതാര അവനെ നോക്കി. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.